സങ്കീർത്തനം 1-32 വരെ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന നിഷ്കളങ്കരായ ഭാഗ്യന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ നിറത്തോടെ അവനെ അന്വേഷിക്കുന്ന ഭാഗ്യന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴിയിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ അണ്ടപ്രസ്ഥിരമായിരുന്നു കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിച്ചിടത്തോളം ഞാൻ ലയിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പൗരന്മാർക്ക് നിർത്തണം നിനക്ക് സ്വന്തം ചെയ്യും. ഞാൻ എന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്നെ അളവുന്നില്ലാകുന്ന എങ്ങനെ നിന്റെ വചന പ്രകാരം എന്നെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ കാലത്തോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ കൽപ്പനകളെ വിട്ട് അളക്കാൻ എനിക്ക് ഇടരുതേ. ഞാൻ പാപം ചെയ്യിക്കേണ്ടതിന് നിന്റെ വചനത്തിലേക്ക് സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ട നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വാഴയെ തുളയ്ക്കാൻ വർണ്ണിക്കുന്നു. ഞാൻ സർവ്വസമ്പത്തിലൊന്നാല് സാക്ഷ്യങ്ങൾ വഴി ആനന്ദിക്കും. നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴിയെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. നിന്റെ ചട്ടങ്ങൾ രസിക്കും. നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയ നന്മയാണ്. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പന എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായി നിത്യവാഞ്ച കൊണ്ട് എന്നെ തന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടളക്കുന്നതായി ശപിക്കപ്പെട്ട അങ്ങനെ ഭർസിക്കുന്നു. നിന്നെ അപമാനം അളകറ്റണമേ. നിന്റെ പ്രമുഖന്മാരെ എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും വഴി നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കും. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രബോധന്റെ ആലോചനക്കാരും വന്നു. എന്റെ പ്രാണൻപൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചനം പ്രകാരം ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിളിച്ചപ്പോൾ നീ ഉത്തരമില്ലേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിക്കണമേ. നിന്റെ പ്രമാണങ്ങളെ വഴി നിന്നെ കേൾപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണാനുഷാദം കൊണ്ടിരിക്കുന്നു. നിന്റെ വചന പ്രകാരം നിവർത്തിപ്പിക്കണമേ. മോഷത്തിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വാസത്തോടെയുള്ള മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഞാൻ എന്റെ സാക്ഷ്യങ്ങളെ പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിക്കരുതേ. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ എന്റെ കൽപ്പനയുടെ വഴിയിലോടും.